ഹലോ ഗൈസ്, ഫൈൻഡർ റിയൽ എസ്റ്റേറ്റിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മളിന്ന് കോഴിക്കോട് പൊൽത്തായത്തു നിന്ന് പേരാമ്പ്രയിലേക്ക് പോകുന്ന റോഡ് കേട്ടോ. ആ റോഡിൻ്റെ മുകളിൽ നല്ല സ്ക്വയർ ആയിട്ടുള്ള പ്ലോട്ട് വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. സെക്കൻഡ് പ്ലോട്ടാണ് ഈ കാണുന്നത്. ആ താട്ട റോഡ് കേട്ടോ മുന്നിൽ. ആ താട്ട റോഡിൻ്റെ മുകളിൽ ഇതായി കാണുന്ന സൈഡിൽ കൂടെ അങ്ങനെ റോഡ് വരുന്നുണ്ട്. റോഡ് വന്നിട്ട് നേരെ ഇതായി കാണുന്ന പ്ലോട്ട് കേട്ടോ. നല്ല സ്ക്വയർ ആയിട്ടുള്ള പ്ലോട്ടാണ്. ചെറിയ കിണർ വെച്ചാൽ തന്നെ വെള്ളം കിട്ടും. അത്യാവശ്യം നല്ല ചുവന്ന മണ്ണ് കേട്ടോ. സ്ഥലം കണ്ടില്ല. അതാ ബാക്കിൽ ഇതാ ഇവിടുന്ന് ഈ കാണുന്ന ഇവിടുന്ന് തൊട്ടിട്ട് ബാക്കിൽ കാണുന്ന ആ കെട്ട് വരെ കേട്ടോ. നിലവിലിപ്പോൾ ഇതിൽ 10 സെൻറ്റ് മൊത്തം എടുക്കുകയാണെങ്കിൽ ഇതിൽ ഒരു 2 തെങ്ങും ഒരു പ്ലാവുമാണ് ഉള്ളത്. ഇനി 5 സെൻറ്റ് ആയിട്ട് വേണമെങ്കിൽ ആ രീതിയിൽ നമ്മൾ മുറിച്ച് കൊടുക്കും. നമ്മളിപ്പോൾ കാണുന്ന പോലെ തന്നെ കണ്ടില്ല, നല്ല അടിപൊളി മണ്ണാണ്. കല്ലും പാറ പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല ചുവന്ന മണ്ണുള്ള അടിപൊളി പറമ്പാണ്. നിരന്ന് കിടക്കുന്ന പറമ്പാണ്. നമ്മൾ പറമ്പ് വാങ്ങി ഇനി വീടുണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ വീടിൻ്റെ തറട്ട് പണി സ്റ്റാർട്ട് ചെയ്താൽ മതി. പിന്നെ ഈ സൈഡൊക്കെ വേണമെങ്കിൽ നമുക്കൊന്ന് കെട്ടി വൃത്തിയാക്കിയാൽ ഒന്നുകൂടി അടിപൊളിയായി ഇതിലേക്ക് കാണുന്ന രീതിയിലാട്ടോ പറമ്പുള്ളത്. മൊത്തം 10 സെൻറ്റ് സ്ഥലമുണ്ട്. ഇല്ലെങ്കിൽ 5 സെൻറ്റ് സ്ഥലമായിട്ടും കൊടുക്കും കേട്ടോ. റോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടി ഇപ്പോൾ നിൽക്കുന്ന കണ്ടില്ലേ, ഒരു കുട്ടി അവിടെ നിൽക്കുന്നുണ്ട്. ഒരു 50 മീറ്റർ ഉണ്ട്, അതായത് 30 മീറ്റർ താട്ട് റോഡിൻ്റെ മുകളിൽ ഇങ്ങോട്ടേക്കുള്ള ദൂരം വരുന്നത്. പോലത്തായം മെയിൻ റോഡിൻ്റെ മുകളിലേക്ക് ഏകദേശം ഇവിടുന്ന് ഒരു 400-500 മീറ്ററിൻ്റെ ഉള്ളിൽ ദൂരം വരുന്നുള്ളൂ. പിന്നെ അടുത്തൊക്കെ കണ്ടില്ലേ, നല്ല അടിപൊളി അഫ്റ്ററി വീടുകളും നല്ല വീടുകളൊക്കെ ഉള്ള നല്ലൊരു ഏരിയ കേട്ടോ. ഒരു സൈലൻ്റ് ആയിട്ടുള്ള ഏരിയയാണ്. വലിയ ഒച്ചയും പാടൊന്നുമില്ല. നല്ലൊരു അടിപൊളി പറമ്പാട്ടത്. തെങ്ങുണ്ട്. ഈ പ്ലാവ് ഉണ്ടല്ലേ, നല്ല അടിപൊളി പ്ലാവ് കേട്ടോ. ഈ സൈഡ് ഭാഗത്ത് ഇവിടെ അതിർത്തി ഇങ്ങനെ കേട്ടോ പോകുന്നത്. ഇത് മൊത്തം 10 സെൻറ്റ് അല്ല കേട്ടോ. 10 സെൻറ്റ് സ്ഥലം എടുക്കാൻ അങ്ങനെ നീളത്തിലാട്ടോ സ്ഥലം ഉണ്ടാവുക. സ്ഥലം അങ്ങനെ നീളത്തിൽ പോയിട്ട് സ്ക്വയറായിട്ട് നീളത്തിലാണ് ഉണ്ടാവുക. നല്ല രീതിയിൽ ഇത് കിട്ടും കേട്ടോ. പിന്നെ ഈ പോകുന്ന റോഡ് കണ്ടില്ലേ, റോഡ് കാണുന്ന അവിടെ അത്ര ദൂരമുള്ളൂ കേട്ടോ. നല്ല പറമ്പാണ്. അതുപോലെ തന്നെ വേണ്ട തൊട്ടടുത്തൊക്കെ വീടുകളുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ അതാ വീടുകളാണ്. എൻ്റെ തൊട്ട ബാക്കിലൊക്കെ വീടുകളാണ്. നല്ല പറമ്പാണ്. വലിയ ഒച്ചയും പാളൊന്നുമില്ല. നല്ല ഒരു സൈലൻ്റ് ഏരിയയാണ്. അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഫുള്ള് കെട്ടിട്ടിരിക്കുന്നു കേട്ടോ. സൈഡൊക്കെ ഫുള്ള് കെട്ടിട്ടിരിക്കുന്നത് നല്ല നിരന്ന് കിടക്കുന്ന പറമ്പാണ്. അപ്പോൾ വീടുണ്ടാക്കാൻ താല്പര്യമാക്കുകയാണെങ്കിൽ ധൈര്യമായിട്ട് വന്നോളൂ. ഇനി 5 സെൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ നമ്മൾ മുറിച്ച് കൊടുക്കും കേട്ടോ. 5 സെൻറ്റ് മുറിച്ച് കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ അപ്പോൾ ഇത് താല്പര്യമുള്ള ആൾക്കാരെ വിളിക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ വില ചോദിക്കുന്നത് 2.5 ലക്ഷം രൂപയാണ് സെൻറ്റിന് ചോദിക്കുന്നത്. പ്രൈസ് ചെറിയ തോതിൽ നെഗോഷ്യബിളാണ്. അപ്പോൾ 5 സെൻറ്റ് സ്ഥലം ഒരു 2,000 റുപ്യക്കൊക്കെ നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വന്നോളി. ഇരിക്കുമ്പോൾ നമുക്ക് വില മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് വാങ്ങിത്തരാം. പിന്നെ നമ്മൾ ഫൈൻഡർ മാട്രിമോണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫൈൻഡർ ലോണിൻ്റെ പരിപാടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വീടൊക്കെ വാങ്ങണമെങ്കിൽ ലോൺ നമ്മൾ റെഡിയാക്കി തരുന്നതാണ്. അപ്പോൾ താല്പര്യമൊക്കെ ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ വിളിച്ചോളി. നിങ്ങൾക്ക് ലോണൊക്കെ വേണമെന്നുണ്ടെങ്കിൽ, വീടൊക്കെ വാങ്ങാനോ ഒക്കെ ലോൺ വേണമെന്നുണ്ടെങ്കിൽ, അതുപോലെ കാറൊക്കെ വാങ്ങാനുള്ള ലോണൊക്കെ നമ്മൾ തന്നെ റെഡിയാക്കി തരുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് മാട്രിമോണി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങളെ പ്രൊഫൈൽ ഡീറ്റെയിലൊക്കെ നമ്മൾ 2 ഇൻസ്റ്റാഗ്രാമിലാണ് ഓൾറെഡി അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഇപ്പോൾ ഉടൻ തന്നെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നേ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് വിളിച്ചിട്ട് അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിലൊക്കെ അയച്ചു തരാവുന്നതാണ്. അപ്പം കല്യാണം കഴിയാത്ത പെൺകുട്ടികൾ, കല്യാണം കഴിയാത്ത ആൺകുട്ടികൾക്കൊക്കെ നമ്മൾ മാക്സിമം കുറഞ്ഞ ചിലവിലാണ് നമ്മളിത് റെഡിയാക്കി കൊടുക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാരെ അതിലൊക്കെ ഒന്ന് കോൺടാക്ട് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലാട്ടോ ഓൾറെഡി പേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒന്ന് കഴിയെങ്കിൽ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് കേട്ടോ. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പം പുതിയ വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ.